രേവതിക്കുട്ടി അലീനെ വിളിച്ച കാര്യം ആൻറ്റിയെ അറിയിക്കുന്നു. അങ്കിളെ, ആൻറ്റി അലീന ചേച്ചി വിളിച്ചിരുന്നു. എവിടെ? പാലായിൽ നിന്നോ? പാലായിൽ നിന്നല്ല, കുളത്തൂപ്പുഴ നിന്ന്. കുളത്തൂപ്പുഴയോ? അവിടെയാണ് ചേച്ചി ഇപ്പോഴുള്ളത്. വൈജയന്തിയുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ മാമിച്ചൻ പറയുന്നു, അതൊക്കെ ഞങ്ങൾക്ക് ബൈഹാർട്ടാ, നീ ബാക്കിയുള്ള കാര്യം കൂടി പറ. അപ്പോൾ അലീന വിളിക്കുന്നു. അതെ, ചേച്ചി വിളിക്കുന്നു. അലീനയുടെ ഫോൺ അവൾ അറ്റൻഡ് ചെയ്യുന്നു. കുറേ സമയം മാമച്ചനും അലീനയോട് സംസാരിക്കുന്നു. സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് അലീന മാമച്ചനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരാളെ, ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നു. ഞാനിപ്പോൾ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നു, എന്ന് വെച്ചാൽ എൻ്റെ പപ്പയുടെ വീട്ടിലാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ബാലചന്ദ്രമേനോൻ ആളൊരു പുലിയാട്ടോ. അലീനയുടെ പപ്പയെ തേടി കണ്ടുപിടിച്ച് അവളെ അയാളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്നു. സമ്മതിക്കണം. അലീന നായ്ക്കളോട് സംസാരിച്ച് അവരോടൊപ്പമുള്ള സെൽഫി എടുക്കുന്നു. ഇത് എനിക്ക് പലർക്കും അയച്ചു കൊടുക്കേണ്ടതാണ്. ഈ രംഗം കണ്ട് പഴിച്ചു പറയുന്നു, എന്നാലും എൻ്റെ പൗലോസേട്ടാ, എന്ത് മറിമായമാണെന്നാ മനസ്സിലാവാത്തത്? ഈ കൊച്ചിനെ കണ്ട അന്നു മുതൽ വിറ്റകൾ ഇവളുടെ പുറകെയാണ്. പരിചയമില്ലാത്തവരെ അടുപ്പിക്കാത്ത ഇനങ്ങളാണ്. അലീന അയച്ചു കൊടുത്ത ഫോട്ടോസ് ബബിതയും കൃഷ്ണയും നോക്കുന്നു. ഇത് കണ്ട് വൈജ അവർക്കടുത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? കുറേ നേരമായില്ലോ നോക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് സ്റ്റഡി ടൈം ആയിട്ടില്ല. എന്ത് ടൈം? ഞങ്ങൾ പഠിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയമാകുമ്പോൾ പഠിച്ചോളാം. അതിനു മുമ്പ് പഠിച്ചാലെന്താ, നിങ്ങൾക്ക് തലേ കയറുകയില്ലേ? ഇത് കൊള്ളാലോ. മക്കളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് വൈജ പോകുന്നു. അപ്പോൾ ബബിത പറയുന്നു, നീ പറയുന്നത് തന്നെയല്ലേ ഞാനും പറയുന്നത്? പിന്നെ എന്തിനാണ് അമ്മ ഞാൻ പറയുമ്പോൾ മാത്രം തുള്ളുന്നത്? അത് ബബിതേച്ചിക്ക് മനസ്സിലായില്ലേ? ഇല്ല, അമ്മയുടെ മാനസപുത്രിയല്ലായിരുന്നോ തനിപ്പകർപ്പ്? ബബിതേച്ചി ഇപ്പോൾ നന്നായത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വീണ്ടും ഫോട്ടോസ് നോക്കുന്നു. ബാലചന്ദ്രൻ വരുന്നു. എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഞങ്ങൾ അലീന ചേച്ചി അയച്ചു തന്ന ഫോട്ടോസ് നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ വൈജയെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് പറയുന്നു, ആഹാ, അലീന ചേച്ചി അയച്ചു തന്ന ഫോട്ടോസാണോ? നോക്കട്ടെ. അവിടുത്തെ നായ്ക്കുട്ടികളോടൊത്തുള്ള ഫോട്ടോയാണച്ചാ. ആണോ? അവിടുത്തെ പ്ലാന്ററോടുള്ള ബോണ്ട് അവയ്ക്ക് അവളോടും തോന്നിയിട്ടുണ്ടാകും. എന്താണ് അലീന ചേച്ചി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അതൊക്കെ കൊണ്ടുപോകാന്നേ, നിങ്ങൾ അച്ഛൻ്റെ പെർമിഷൻ വാങ്ങിയാൽ മതി. ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നു. അലീന ചോദിക്കുന്നു, അച്ഛാ എപ്പോഴെത്തിയത്? ഇന്ന് രാവിലെ എത്തി മോളെ. ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ. ആഹാ, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ പിള്ളേരെ? ഞാൻ വന്നതോടുകൂടി അതൊക്കെ നിർത്തിയോ? ഇല്ല, ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ഇത്തിരി സമയം ഇരുന്നതാണ്. ഇപ്പോൾ തന്നെ പഠിക്കാൻ പോകും. കുട്ടികൾ റൂമിലേക്ക് പോകുമ്പോൾ വൈജ വിളിക്കുന്നു, നിങ്ങളവിടെ നിന്നേ. നിങ്ങൾക്ക് അവളുടെ അടുത്ത് പോകാതെ ജീവിക്കാൻ കഴിയില്ലേ? പോയാൽ എന്താ? ഇവിടെ മാനവും മര്യാദയായിട്ട് ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി. തോന്നിയസമാണ് ഉദ്ദേശമെങ്കിൽ ഈ വീടിന് പുറത്തു പൊക്കോളണം. പിന്നെ ഇങ്ങോട്ട് കയറി വരരുത്. ഓ, അമ്മ അതാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അമ്മ ഒരു മടിയുമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നല്ലോ. കുട്ടികൾ പോയ ശേഷം ബാലചന്ദ്രൻ വൈജയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതെ, എന്നോട് കിടന്ന് തുള്ളുന്ന പോലെ കുട്ടികളോട് ചെന്ന് കയറി കൊടുക്കരുത്. നേരും നിറയും നീതിയും ന്യായമുള്ള കുട്ടികളാണ്. വെറുതെ നാണം കെടാൻ നിൽക്കരുത് സംസാരിക്കാൻ പോയി. വികാരനിർഭരമായ അടുത്ത എപ്പിസോഡ് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ.